ബലദ്. ജിദ്ദയുടെ ഹൃദയമാണ് ഈ പുരാതന പട്ടണം. അതിൻ്റെ നെഞ്ചുകീറി 4 പുരാവസ്തു ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ബലദിന്റെ ഉള്ളു തുറക്കുന്ന ആ പുരാവസ്തു ഗവേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ കണ്ടെടുത്തത് 4 ലക്ഷത്തിലേറെ വസ്തുക്കളാണ്. പെരുകി വന്ന വ്യാപാര വാണിജ്യ താമസ കെട്ടിടങ്ങൾ ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടിയിരുന്ന ബലദിലെ പലതിനുമേലെയും കെട്ടിടങ്ങൾ പണിതു. പതിയെ അവയെല്ലാം മണ്ണോട് ചേർന്നു. ചരിത്ര കേന്ദ്രങ്ങളെ തിരിച്ചുപിടിക്കുന്ന സൗദി അറേബ്യ ഇതാ ഇവിടെ അവ വീണ്ടും കണ്ടെടുക്കുകയാണ്. മനുഷ്യകുലത്തോളം പഴക്കമുള്ള ജിദ്ദയുടെ കഥ. അതിനകത്ത് ഒളിപ്പിച്ചുവെച്ച നിധിയോളം വിലയുള്ള ചരിത്രം. അത് പുറത്തെടുക്കുമ്പോൾ കണ്ടെത്തിയ കാഴ്ചകളിലൂടെയാണ് ഈ യാത്ര. ഇത് ജിദ്ദയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഷുഐബ ബീച്ചാണ്. പോർച്ചുഗീസുകാരുടെ അധിനിവേശക്കാലത്ത് അവർ ജിദ്ദയിലേക്ക് കയറാൻ ശ്രമിച്ച പ്രധാന തുറമുഖം. പവിഴപ്പുറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാഗമായിരുന്നു പണ്ട് മക്കയിലേക്കുള്ള പ്രവേശന കവാടം. കടലോളങ്ങളെ മുറിച്ചു പാഞ്ഞ പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ ജിദ്ദയെ ആക്രമിക്കാൻ തക്കം പാർത്തിരുന്നിട്ടും അവർക്ക് ജിദ്ദയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിന് കാരണമായത് ഇസ്ലാമിലെ ഒരു ഖലീഫയാണ്, ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഷുഐബയിൽ നിന്നും മക്കയിലേക്കുള്ള കവാടം AD 647 ജിദ്ദയിലേക്ക് മാറ്റിയത് അദ്ദേഹമായിരുന്നു. ഇതിനാൽ തന്നെ സൈനിക സാന്നിധ്യം ശക്തമായ ജിദ്ദ തുറമുഖത്തെ പോർച്ചുഗീസ് പടക്ക് തൊടാനായില്ല. കച്ചവടവും വ്യാപാരവും തീർത്ഥാടകരും നിറഞ്ഞ പുരാതന ജിദ്ദ നഗരത്തിന്റെ ഇന്നത്തെ പേരാണ് ബലദ്. ബലദിനെ പോർച്ചുഗീസുകാരിൽ നിന്നും അധിനിവേശക്കാരിൽ നിന്നും തടഞ്ഞത് ആ നഗരത്തിന് ചുറ്റുമുള്ള ഒരു കൂറ്റൻ മതിൽക്കെട്ടായിരുന്നു. ഈ മതിൽക്കെട്ടിന് ചുറ്റുവശത്തുമായി കിടങ്ങുമുണ്ടായിരുന്നു. മതിൽക്കെട്ടിന് ഓരോ ഭാഗത്തും വാതിലുകളുണ്ട്. അവക്ക് കാവലായി പടക്കോപ്പുകളുമായി സൈനികരും. നൂറ്റാണ്ടുകളോളം അങ്ങനെ വാണ ആ നഗരത്തിനകത്താണിപ്പോൾ പുരാവസ്തു വിഭാഗം ഗവേഷണം നടത്തുന്നത്. സൗദി കിരീടാവകാശിക്ക് കീഴിൽ നടക്കുന്ന ഹിസ്റ്റോറിക് ജിദ്ദയിലെ അത്യപൂർവ കാഴ്ചകളിലേക്ക് ക്യാമറ തിരിക്കാൻ മീഡിയ വണ്ണിനെയും അവർ ക്ഷണിച്ചു. ബലദിനകത്താണ് നമ്മൾ ഇപ്പോഴുള്ളത്. സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പ്രദേശമാണ് ബലദ്. ബലദിനകത്ത് പുതുതായി പല കേന്ദ്രങ്ങൾ ഇപ്പോൾ എക്സ്കവേഷൻ്റെ ഭാഗമായി തുറക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബലദിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കോട്ട നിലനിന്നിരുന്ന ഭാഗമാണ് ഇത്. AD 647 മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്താണ് ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി ജിദ്ദയിൽ ചെറിയ തുറമുഖം നിർമ്മിക്കുന്നത്. ഇതോടെ ജിദ്ദ തന്ത്രപ്രധാന കേന്ദ്രമായി, മക്കയിലേക്കുള്ള കവാടമായി. 1497 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. ആ സമയം ചെങ്കടൽ വഴി വന്നിരുന്ന ചരക്കുകൾ കൊള്ളയടിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ഈ മേഖലയിൽ ഭീതി പടർത്തിയാണ് അദ്ദേഹം കടന്നുപോയത്. മക്കയിലേക്കുള്ള തീർത്ഥാടകരെയും വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ വാസ്കോ ഡ ഗാമയും സംഘവും കൊള്ളയടിക്കുന്നത് ഏറെക്കാലം തുടർന്നിരുന്നു. ജിദ്ദയിലേക്ക് പിന്നാലെ കയറുകയായിരുന്നു ലക്ഷ്യം. ഇതിനെ തുടർന്ന് അന്നത്തെ മംലൂക്ക് സുൽത്താൻ
ജിദ്ദയിൽ സൈനിക വിന്യാസം ശക്തമാക്കി. അതോടെ കടൽ വഴി പോകുന്നവർക്ക് പോർച്ചുഗീസുകാരിൽ നിന്നും രക്ഷ തേടാനുള്ള അഭയകേന്ദ്രമായും ജിദ്ദയിലെ ബലദ് മാറി. ഇവിടെ കോട്ടകൾ നിറഞ്ഞു. അക്കാലം മുതലുള്ള കോട്ടകളിൽ ഒന്നാണ് ഇതെന്ന് കരുതുന്നു. ചുറ്റുമുള്ള പല കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റിയാണ് ബലദിൽ ഇക്കാണുന്ന ഈ കോട്ട കണ്ടെത്തിയത്. It's a site, according to history book, it's built 900 years ago, and there was some structure here. We demolished the building manually so we can recover the facade of the fort. And you notice behind me the tower and the old gate, and please notice that the stones are very big stones, and that it shows it's a military installation. In all our excavation, the items we discovered, we found the materials dated to 500 years ago, but we'll continue and then we try to make this. And by the way, we found a lot of items from India in the 500 years, and also I must tell my viewers in India that we have structure called Rubat al-Hunud, and that is an Indian building. That's the Indian building, the subcontinent pilgrims, they come and then they stay in that houses, which is protected, preserved by the law. ഒട്ടോമൻ കാലത്ത് തന്നെ ബലദിന് ചുറ്റും സംരക്ഷണ ഭിത്തിയുണ്ടായിരുന്നു. ഭിത്തിക്ക് ചുറ്റും കിടങ്ങും. പല വിദേശി ആക്രമണത്തിലും അതിന്റെ പല ഭാഗങ്ങളും തകർന്നു. ശക്തമായ ആക്രമണ ശ്രമം നടന്നത് പോർച്ചുഗീസുകാരിൽ നിന്നാണ്. 1525 ജിദ്ദയുടെ ഭരണ ചുമതലയുണ്ടായിരുന്ന ഉസ്മാനിയ ഖിലാഫത്ത് പോർച്ചുഗീസ് പടയുമായി ഏറ്റുമുട്ടി. അവർ പോർച്ചുഗീസ് പടയുമായുള്ള പോരാട്ടത്തിൽ വിജയിച്ചു. Significance of this site, it shows some era of the time, and also it defended the city, and I'm sure it participated in defending the city from the Portuguese attack in the year 1516, who also they came to India, and they could not conquer or took over Jeddah, and that's one of the reasons our Caliph, he moved the harbor from Shuaiba to Jeddah, because it's easier to defend the city from the sea. പോർച്ചുഗീസ് ആക്രമണത്തിൽ തകർന്ന കോട്ടയുടെ ഭാഗങ്ങൾ അക്കാലത്തെ ഒട്ടോമൻ ഭരണകൂടം പുനഃസ്ഥാപിച്ചു. പുതിയ 6 കവാടങ്ങൾ അടങ്ങിയ നിരീക്ഷണ ഗോപുരങ്ങളും വാതിലുകളും നിർമ്മിച്ചു. അവയും ചരിത്രത്തിനൊപ്പം പിൽക്കാലത്ത് മണ്ണിലാണ്ടു. ഈ കോട്ടയ്ക്ക് പുറത്ത് അവയും കുഴിച്ചെടുക്കുന്നുണ്ട്. മതിൽക്കെട്ടിനകത്ത് സൈനികർ താമസിച്ച ഭാഗമായിരുന്നു ഇതെന്ന് കരുതുന്നു. തീർപ്പിൽ ഇതുവരെ എത്തിയിട്ടില്ല. ആദ്യഘട്ടമാണ് 4 വർഷം കൊണ്ടിപ്പോൾ പൂർത്തിയാകുന്നത്. കണ്ടെടുത്തവ പഴമയോടെ പുനഃസ്ഥാപിക്കാനാണ് ശ്രമം. We'll continue the excavation inside, and then we'll find everything detailed, and then we will protect it, and it will be a monument, and it will be part of the visiting site in the old city of Jeddah. And maybe we'll have here coffee shop, things in front of it, and make it lively area. So how was the excavation completed, and what was the peculiarity of this area? Okay, so we started excavating here in 2020 with a company, the Archaeoconsultant, that is specialized in Middle East archaeology. And the project started with the discovery of this tower that you see in the back, that has more than 4 meters elevations. And we excavated in front to understand more the history of this building. Okay. Also, we found, of course, a lot of pottery fragments, and some cannonballs, 4 of them made of metal, 1 made of stone. Okay. And but it's just the beginning. We're now pausing, and we'll restart another campaign soon to know more about this site. It's very important, and because it was this building had a military function, so we know before the 19th century, so it played a key role, you know, in the defense of Jeddah, and so that's history that we need to. അൽഷോന എന്നറിയപ്പെടുന്ന ഈ പുരാതന കോട്ടയായി കരുതുന്ന കെട്ടിടത്തിന് താഴേക്കാണ് ഇപ്പോൾ കുഴിക്കുന്നത്. ഇതുവരെ
10,000-ഓളം കഷ്ണം അസ്ഥികളും പാത്രങ്ങളും ആയുധങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. 2014 ബലദ് പ്രദേശം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിരുന്നു. വെറുമൊരു ചരിത്ര കേന്ദ്രമല്ല ബലദ്. പണ്ടുള്ളതുപോലെ തന്നെ അതിനെ ഏതാണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. 600 കെട്ടിടങ്ങൾ ഇതിനകത്തുണ്ട്. 36 പള്ളികളും 6 കച്ചവട കേന്ദ്രങ്ങളും ഇവിടെ കാണാം. 7-ാം നൂറ്റാണ്ട് മുതൽ സജീവമായിരുന്നു ബലദ് എന്ന പുരാതന ജിദ്ദ പട്ടണം. 2018 ഹിസ്റ്റോറിക് ജിദ്ദ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. കിരീടാവകാശിക്ക് കീഴിലായിരുന്നു അത്. 2021 പുരാവസ്തു ഗവേഷണത്തിനും തുടക്കമായി. ഇതുവരെ കണ്ടെടുത്ത വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് ബലദിനകത്തെ പുരാവസ്തു കേന്ദ്രത്തിലാണ്. അതിനകത്തേക്കും പ്രവേശനം ലഭിച്ചു. In the temporary center where we collect the items we discover, and then our people work on it and we exhibit a bit of it to show the visitors. And this place, this exhibition to my left, is the stones that we discovered in the grave of Eve and the graveyard of Al-Asad. And we are the only city all over the world that we have our city named after Eve, because Jeddah in Arabic means grandmother, which is Hawa. And also we have a belief that Adam is in India somewhere. So it's a very interesting story for both of our countries. ജിദ്ദ എന്ന നഗരത്തിന്റെ പേരിന് പിന്നിൽ ലോകത്തെ ആദ്യ മനുഷ്യരായി കരുതുന്ന ആദമും ഹവ്വയുമാണ്. ഹവ്വയുടെ ഖബറിടം ജിദ്ദയിലാണെന്ന് കരുതുന്നു. ഹവ്വയുടെ പേരിൽ മഖബറ തന്നെയുള്ള ഏക നഗരം കൂടിയാണ് ജിദ്ദ. ബലദിന്റെ ചരിത്രം ഇതിനാൽ തന്നെ സവിശേഷമാണ്. ബലദ് മുൻപ് കടലിന്റെ തീരത്തായിരുന്നു, തൊട്ടടുത്ത്. അവിടേക്ക് വീണ്ടും കടലിനെ തിരികെ എത്തിക്കും. പുരാതന പെരുമയോടെ ഒരു ചരിത്രദേശം വീണ്ടും ബലദിൽ ഒരുങ്ങുകയാണ്. അകത്തേക്ക് കടന്നാൽ മരുപ്പച്ചകൾ താണ്ടിയെത്തിയ ഒട്ടകക്കൂട്ടങ്ങളുടെ ചൂരുള്ള കാഫിലകൾ കാറ്റേറ്റു നിന്ന കിളിവാതിലുകൾ ഇപ്പോഴും തുറന്നു നിൽക്കുന്നത് കാണാം.